ദൈവത്തിന്റെ പുനിതനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പകൽ വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുള്ള വന്ദനം പറഞ്ഞുകൊണ്ട് തിരുവൃത്താന്തങ്ങൾ 1-ാം പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ആ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് തന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കി, നീ എന്നോട് കൂടെ ഇരുന്നു, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇതാണ് നാം വായിച്ച കുറിവാക്യം. ഈ വാക്യത്തിന് യബ്ബേസിന്റെ ജീവചരിത്രത്തെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ആ വാക്യത്തിനകത്ത് പല വിഷയങ്ങളും ഇന്നലെ പറയുന്നത് തീർന്നു. ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ പേരിന്റെ അതിര് മാറണം. എല്ലാവർക്കും ഒരു പേരുണ്ട്, ആ പേരിനൊരു അതിരുമുണ്ട്. ഞാനത് ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാവീദിന് ഒരു പേരുണ്ടായിരുന്നു. ആ പേരിന്റെ അതിര് മാറാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്നു. ദാവീദ് എന്ന് പറഞ്ഞ പേരിന്റെ അതിരിന്റെ പ്രശ്നം എന്തോ? അപ്പനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ടവൻ, സഹോദരന്മാരാൽ വളരെയധികം മാറ്റി നിർത്തപ്പെട്ടവൻ, സമൂഹത്തിന്റെ മധ്യത്തിൽ മാറ്റി നിർത്തപ്പെട്ടവൻ. അതിന് തെളിവുണ്ട്. 27-ാം സംഗീതം 10-ാം വാക്യത്തിൽ, എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവേ നീ എന്നെ ചേർത്ത് കൊള്ളുമെന്ന് പറയുന്നു. 2 ശമൂവേൽ 1-ാം പുസ്തകം 17-ാം അധ്യായം. ആ യുദ്ധം നടക്കുന്ന സമയത്ത് തന്റെ സഹോദരന്മാർ പറയുന്നൊരു വാചകമുണ്ട്. 17-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോകുന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം. പട കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞപ്പോ നോക്കിയ ചേട്ടൻ പറയുന്ന കാര്യം, ആടിനെ മേടിച്ചിട്ട് എപ്പോഴും കാട്ടിയിരുന്നോ, നീ ഇങ്ങോട്ടൊന്നും വരേണ്ട കാര്യമില്ല. എന്തിനാ ഒഴിച്ചു മാറ്റി നിർത്തുന്നത്? സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ. അഭിഷേകം ചെയ്തത് തന്റെ സഹോദരന്മാരെ എല്ലാം എണ്ണി മാറ്റി നിർത്താം. ഒരു കാര്യം ഓർക്കുക, ഇശായിയോട് പറഞ്ഞു, ശമൂവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്ന വിഷയമാണ്. ഇശായിയോട് പറഞ്ഞു, നിന്റെ മക്കളെയും കൂടെ വിളിക്കണം. എന്തിനാ? യാഗം കഴിക്കുവാൻ വേണ്ടി. ഇപ്പൊ ദൈവവും പറഞ്ഞത് ഇശായിയുടെ മനോഭാവം ഒന്നും മനസ്സിലാകാതെ അല്ല ദൈവം ഇടപെട്ടത്. ഇതുപോലെ ഒരു കാര്യം പറഞ്ഞു, ഇശായി എന്ന് പറഞ്ഞ പിതാവിന്റെ മനോഭാവം ദൈവത്തിന് മനസ്സിലാകാഞ്ഞിട്ടുള്ള ദൈവം ഇങ്ങനെ ശമൂവേലിനോട് പറഞ്ഞു. 16-ാം അധ്യായം വാക്യം. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കൃത്യമായിട്ടും ഇന്നയാളാണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ ദൈവം ശമൂവേലിനോട് പറയുന്നില്ല. അതിന് കാരണം ഇശായിയുടെ മനോഭാവം, അല്ലെങ്കിൽ അവന്റെ സഹോദരന്മാരുടെ ഇടയിലുള്ള മനോഭാവം എന്തെന്നുള്ളത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം വെളിപ്പെടുത്താറ്. ഇന്ന് പകലിൽ ചില സമയങ്ങളിൽ നമ്മളിൽ കൂടിയാണ് ആ ഭവനത്തിനകത്ത് നന്മ വെളിപ്പെടുന്നതെങ്കിലും ഒരുപക്ഷെ ദൈവം അത് പറയണമെന്നില്ല. ഒരു ദൈവം മുതൽ ആ വീട്ടിനകത്തുണ്ടെങ്കിൽ അവരിൽ കൂടിയാണ് നന്മ വെളിപ്പെടുന്നത്. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന സൊദോം നഗരത്തിനകത്ത് നിന്ന് ദൈവം ഇസ്രായേലിനെ വിടുവിക്കുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് വിഷയം, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി അവർ നടുവിൽ ഇടിവിൽ നിന്നാട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം തന്നെ മുൻകൈ എടുത്ത് ഇതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന നാം കാണുന്നുണ്ട്. അങ്ങനെങ്കിൽ ഒരു കാര്യം ഓർക്കുക, സൊദോമിനെ നശിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് ദൈവം കരുണയോടെ ഇടപെടുന്നു. ഇനി യിരെമ്യാ പ്രവചനം 36-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2-3 വാക്യത്തിനകം ഇങ്ങനെ പറയുന്നത്, നീ ഒരു പുസ്തകച്ചുരുൾ മേടിച്ച്, യിരെമ്യാവിനോട് പറയുന്ന വിഷയം, നീ ഒരു പുസ്തകച്ചുരുൾ മേടിച്ച് ഞാൻ യോശിയാവിന്റെ കാലത്ത് നിന്നോട് സംസാരിച്ച് തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും ഇസ്രായേലിനെയും യഹൂദയെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അരുളി ചെയ്ത വചനങ്ങളൊക്കെ അതിൽ എഴുതുക. എന്തിനാ എഴുതാൻ പറഞ്ഞത്? പക്ഷേ യഹൂദാഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട്
ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ടു തിരിയുവാനും ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിക്കുവാനും ഇടവരും. നോക്കിയേ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വളരെയധികം അകന്നു പോയൊരു ജന്മ. പക്ഷേ ദൈവം പറയുക, നീ അതെന്ത് ചെയ്യണം? യിരെമ്യാ പ്രവാചകനോട് പറയാം, നീ പ്രവചിച്ചത് അങ്ങനെ പ്രവചിച്ചു പോയാൽ പറ്റില്ല, നീ എന്തിനാ ഒരു പുസ്തകം ചുരുപ്പടിച്ച് അത് എഴുതണം, എഴുതിയിട്ട് അവരുടെ കൈ കൊടുക്കണം, അത് വായിച്ച് അങ്ങനെയെങ്കിലും എന്റെ ഒരിക്കൽ ഏറ്റു പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ദൈവം എത്രത്തോളം കഷ്ടപ്പെടുകയാ. ദൈവം പറയുക, നിങ്ങളുടെ പാപം ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി, എനിക്കൊന്ന് നിങ്ങളൊന്ന് സഹായിക്കാൻ പറ്റുമെന്ന്. നമുക്ക് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് എന്തുകൊണ്ട് എന്നെ നിങ്ങൾ സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വാക്യം നൽകുന്നുണ്ട്. ദൈവത്തിന്റെ മുമ്പാകെ നാം സമ്മതിക്കാതിരിക്കുമ്പോൾ, തെറ്റുകൾ ചെയ്തു എന്ന് സമ്മതിക്കാതിരിക്കുമ്പോഴാണ് ദൈവത്തിനാകെ പ്രയാസം തോന്നുന്നത്. പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് രേഖാബിന്റെ മകനായ യോനാദാബിനോട് പറയുന്നത്, നിനക്കൊരു പുരുഷനില്ലാതെ വരത്തില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകൾ, പിതാവിന്റെ കൽപ്പന അനുസരിച്ച്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മനസ്സിലാകുന്നെന്ന് ചിന്തിക്കുന്നു. അപ്പൊ ദൈവം എത്രയോ ആവലോടുകൂടിയാണ് ഒരാളെ നടുവിൽ നിൽക്കാൻ വേണ്ടി നോക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം യിശായിയുടെ മക്കളിൽ ദാവീദ് എന്ന് പറഞ്ഞൊരു വ്യക്തി എടുക്കാതിരുന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയാല്. അതാ, യുദ്ധം കാണുവാൻ വേണ്ടി 40 ദിവസമായിട്ട് ഒരു അനക്കവും അഡ്രസ്സും ഇല്ലാതിരുന്ന സഹോദരന്മാരുടെ അരികിലേക്ക് പിതാവ് ദാവീദിനെ പറഞ്ഞു വിടുന്നു. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്, അതുകൊണ്ട് ദാവീദിനെ പറഞ്ഞു വിട്ടു. എന്തിനാ കാര്യം? നിങ്ങളിപ്പോ അവരുടെ ക്ഷേമം അറിയുന്നത് എങ്ങനെ യുദ്ധപൂർവ്വങ്ങളൊന്നും അറിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ മുഴുവൻ വിരോധമാണ് എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ടൊട്ട് കാര്യം നടക്കത്തുമില്ല, ഇവരൊട്ട് കാര്യം ചെയ്യത്തുമില്ല. അതിനൊരു അർത്ഥം പറയാം. ദൈവത്തിനും വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദിനെ കൊണ്ട് ദൈവമായി ഫെലിസ്ത്യരെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും എതിർപ്പ് വരുന്നത് നാം കാണുന്നു. എന്നാൽ ദൈവം തന്നെ പദ്ധതി നിറവേറ്റുക തന്നെ ചെയ്തു. അതിന് കാരണമുണ്ട്. മുൻകാലങ്ങളിൽ തന്റെ ജീവിതത്തിനകത്ത് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ അതിനെ നേരിട്ടത് ദാവീദ് അഭിഷേകത്തോടെ. അതുപോലെ അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഒരു കാര്യത്തിന് വേണ്ടി നാം മുൻപോട്ട് ഇറങ്ങുമ്പോൾ സ്വഭവനത്തിൽ തന്നെ ആദ്യമേ എതിർത്ത് പോരുന്നത്. അതുകൊണ്ട് സ്വന്തം ചാർച്ചക്കാരൊക്കെ വിടണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം. വിടേണ്ടതിനെ വിട്ടേച്ച് ഇറങ്ങി വന്നാൽ നിശ്ചയമായും എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് സത്യമായ കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയം. അപ്പൊ ദൈവം പറയുക, യിരെമ്യാവിലൂടെ പറയുക, ഇസ്രായേൽ മക്കൾ അങ്ങനെയെങ്കിലും അവരുടെ പാപങ്ങളൊന്ന് ഏറ്റു പറഞ്ഞിട്ടെന്ന് ദൈവത്തോടൊന്ന് ക്ഷമ പറഞ്ഞാൽ എനിക്ക് അവരുടെ പാപമൊക്കെ ക്ഷമിക്കാൻ പറ്റൂലോ, ഒന്ന് പറയാൻ മനസ്സ് കാണിച്ചാൽ മതി, എനിക്കൊന്ന് ക്ഷമിക്കാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. എന്ന് പകരം അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മഹത്വകരമായ നാമത്തിന്റെ ശ്രേഷ്ഠ എത്ര വലുതാ, ദൈവത്തിന്റെ കരുണ എത്ര വലുതാ. പറയാൻ മനസ്സില്ലാതെ നടക്കുന്ന ജനത്തോട് യിരെമ്യാ പ്രവാചകനെ കൂടെ എഴുതി വെപ്പിച്ചിട്ട് അത് അങ്ങനെയെങ്കിലും വായിച്ച് മനസ്സിലാക്കി. എന്നിട്ടും അവർ വായിച്ചു. അതിന്റെ ഈ വചനങ്ങളൊക്കെ വായിച്ച് കേട്ടപ്പോൾ യെഹോയാക്കീൻ രാജാവും മറ്റു ആളുകളുമൊക്കെ ഇത് കേട്ടോ ഒരാളും തങ്ങളെ തന്നെ താഴ്ത്തി, പ്രഭുക്കന്മാരൊന്നും താഴ്ത്തില്ല, അവരൊന്ന് തീ നെരുപ്പോട്ടിട്ട് ചുട്ടു കളഞ്ഞു. പിന്നീട് യിരെമ്യാവിനെ കൊണ്ട് എഴുതി വെപ്പിക്കുന്നു. എന്തിനാ കാര്യം? ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്കും എതിരെ ഒരു ആലോചന ദൈവം പറയുന്നെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതും കൊണ്ടാ. നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന് വിട്ടുകളെ. നോക്കി, ദാവീദിന് തന്റെ ഭവനത്തിനൊക്കെ അപ്പനും അമ്മയും ഉപേക്ഷിച്ച ഒരവസ്ഥ. ഈ ശമൂവേലിനോട് പറഞ്ഞിട്ടില്ല ഇന്ന ആളാന്ന്. അവൻ ചെയ്തു, യിശായിയെ യാഗത്തിന് ക്ഷണിക്കുക, നീ എന്തെന്ന് അന്നേരം നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു വരുന്നതുകൊണ്ട് നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. നാം ഇങ്ങനെ വായിക്കുന്നതാ. അതിന്റെ 5-ാമത്തെ വാക്യം, യിശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് യാഗത്തിന് ക്ഷണിച്ചു. ഓരോരുത്തരും പറയുക, ഏലിയാബിനെ കണ്ട ഉടനെ യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, അവന്റെ മുഖമോ പൊക്കമോ നീ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ഇതിന് കാര്യം വേറൊന്നുമല്ല. ശൗലിനെ നോക്കിയപ്പോൾ അവന്റെ പൊക്കം നോക്കി തോൾ മുതൽ പൊക്കമേറിയവനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നോക്കിയപ്പോൾ നീ അവന്റെ മുഖമോ പൊക്കമോ നോക്കും, ഞാൻ അവന്റെ ഹൃദയത്തെ നോക്കുന്നു. അപ്പം അതിന് കാരണമാണ് ദൈവത്തിന്റെ കോപത്തെ ദൈവം ഒരു രാജാവിനെ കൊടുത്തതാണ്. ദൈവത്തിന്റെ സ്ഥാനത്തെ തള്ളി മറ്റൊരാളെ തെരഞ്ഞെടുത്തപ്പോഴാണ് ദൈവത്തിന് കോപം വന്നത്. ഇതുപോലെ ഒരു കാര്യം ഓർക്കുക,
ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, ഒരു ജാതി ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്റെ മഹത്വമായവനെ മാറ്റി വിഗ്രഹങ്ങൾ തുല്യമാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഏതെങ്കിലും ഒരു ജാതി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ ഞാൻ തള്ളി, അവന് പകരം ഞാൻ മറ്റൊരാളെ തിരഞ്ഞെടുത്തു. അങ്ങനെ 7 പേരും വന്നു പോകുമ്പോ ഇശായി തന്റെ ഇളയ മകനെ ഈ വിഷയം അറിയിച്ചില്ല. 7 പേര് ഒരാളായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഇശായിക്കുണ്ടായിരുന്നു. ഇതുപോലെ ഒരു കാര്യം ഓർക്കുക, ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ദൈവത്തിന് വഴി നിൽക്കുന്നത്. ഒരുപക്ഷെ ആർക്കും വേണ്ടാത്തവനെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യിക്കുന്ന തിരുവചനം പറയുന്നുണ്ട്. ഈ വിഷയത്തിന്റെ അകത്ത് നാം അങ്ങനെ വായിക്കുന്നത്, ആർക്കും വേണ്ടാത്തവനെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നത്. തന്റെ സഹോദരന്മാർ അവനെ നോക്കി, എന്നിട്ടും ദൈവം 7 പേരെ മാറ്റി നിർത്തിവെച്ച് അതിനകത്ത് നിന്ന് ദാവീദിനെ ശ്രദ്ധിച്ചു. ഇന്ന് പകരം ഒരു കാര്യം ഓർക്കുക, സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനെ ദൈവം തെരഞ്ഞെടുത്ത അഭിഷേക തൈലം ഒഴിച്ചുവെങ്കിൽ അവനെ ദൈവത്തിന്റെ മുമ്പ്, ജനത്തിന്റെ മുമ്പാകെ പ്രസന്റ് ചെയ്യേണ്ട എങ്ങനെയെന്ന് ദൈവത്തിനറിയാം. കാട്ടിനകത്ത് കിടന്ന ദാവീദിന്റെ മേൽ അഭിഷേക തൈലം ഒഴുക്കുവാൻ സഹോദരന്മാരുടെ ഇടയിലേക്ക് വിളിച്ചു വരുത്തേണ്ട ദൈവം മാനിച്ചു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന്റെ ജനത്തിന് ഇടയിൽ നിന്ന് ദൈവം ഒരുവനെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പ്രസന്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നും ദൈവത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ നമുക്കൊരു വലിയ ചിന്താഗതി ഉണ്ടാകട്ടെ. എന്റെ ദൈവം എന്നെ കുറിച്ച് കണ്ടിരിക്കുന്ന വിഷയം അത് അങ്ങനെ തന്നെയാ. സെക്കറിയ പ്രവചനത്തിനകത്തൊരു വാക്യം എങ്ങനെ പറയുന്നു? 8-9 വാക്യത്തിന് അങ്ങനെ പറയുന്നത്, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നെന്ന് നീ അറിയും. അപ്പൊ നോക്കിയാൽ ദൈവത്തിന്റെ ആലയം തുടങ്ങി അതിനെ തീർക്കും എന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ അടുത്ത വാക്യം ശ്രദ്ധിക്കേണ്ടത്, യഹോവയായ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നത് നിങ്ങൾ അറിയും. അപ്പം ദൈവത്താൽ അയക്കപ്പെട്ടവനെന്ന് അറിയുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള സത്യമായ കാര്യം. അതേ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ അഭിഷേക തൈലം അവന്റെ മേൽ വന്നു എന്ന് നാം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്. ദാവീദിനെ ദൈവം പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. എങ്ങനെ പ്രസന്റ് ചെയ്ത്? സഹോദരന്മാരുടെ ഇടയിൽ മാത്രമല്ല, ജനത്തിന്റെ ഇടയിൽ ദൈവം പ്രസന്റ് ചെയ്യുക. എങ്ങനെയാ? ദാവീദിനെ മറ്റെല്ലാവരുടെ മുമ്പിൽ നിന്ന് വ്യത്യസ്തനാക്കി നിർത്തുകയാണ്. ദാവീദിന് സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ടല്ല, ഗോലിയാത്തിന് സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ടാണ് ദാവീദിന്റെ ഗുണം തിരിച്ചറിഞ്ഞത്. ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കുക, ശത്രുവിന്റെ വ്യത്യസ്തത എത്ര വലുതായിട്ട് നിൽക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിനകത്തെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വ്യത്യസ്തത മനസ്സിലാക്കുന്നത്. എല്ലാവരും കണ്ടേക്കുന്ന ശത്രുവിനെതിരെ നിന്നാൽ, എല്ലാവരും കണ്ടേക്കുന്ന യുദ്ധമുറ കൊണ്ട് നാം നിന്നാൽ ഒരിക്കലും വിജയം വരിക്കത്തില്ല. ദാവീദിനുള്ള വീരന്മാരുടെ കൂട്ടത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെയും കാര്യം പറയുമ്പോൾ ഓരോ ഗുണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 11-ാം അധ്യായത്തിനകത്ത് ഓരോരുത്തരെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ പറയുന്നത്, ദാവീദിനുണ്ടായിരുന്ന പ്രധാന വീരന്മാർ ആണിത്, ഇസ്രായേലിനെ കുറിച്ചുള്ള അവന്റെ പ്രവാചനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് വരുമ്പോ ഓരോ വ്യക്തികളുടെ ഗുണം അതിനകത്തുണ്ട്. അതിനകത്തും ഫെലിസ്തരെ വെട്ടിക്കളഞ്ഞ ആളുകളുണ്ട്, പല വിധത്തിൽപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. അതിനകത്തൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ. 22-ാമത്തെ, കസ്ബേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനയാവും വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ 5 മുഴം പൊക്കമുള്ള ദീർഘകായനായൊരു മിസ്രൈമിനെ സംഹരിച്ചു. ആ മിസ്രൈമിന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ ഒരു കുന്തം ഉണ്ടായിരുന്നു. ഇവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നുകളഞ്ഞു. നോക്കിയേ, ഇപ്പൊ വിശേഷപ്പെട്ട ആളുകൾ പലരും ഉണ്ടായിരുന്നു. ഞാനിപ്പോ പറഞ്ഞു വന്നതിന്റെ കാര്യം, ദൈവം പ്രസന്റ് ചെയ്ത രീതിയാ, ദാവീദിനെ പ്രസന്റ് ചെയ്ത രീതിയാ.
എന്തിനാ ദൈവം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുത്തുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് മനസ്സിലാക്കുവാൻ. നമുക്ക് അങ്ങനെയെങ്കിലും ഒരു കാര്യം പറയാം, എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിധത്തിൽപ്പെട്ട പ്രതിസന്ധി വരുന്നുണ്ട് ഓർത്തോ, അതിന്റെ മധ്യത്തിൽ ദൈവം നമ്മെ വ്യത്യസ്തരാക്കി നിർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വന്നതാ. ദാവീദിനൊരു പേര് ദൈവം കൊടുത്തു. അപ്പൊ അപ്പനും അമ്മയെ അപേക്ഷിച്ചു സഹോദരന്മാരുടെ ഇടയിൽ മാറ്റി നിർത്തപ്പെട്ടവനാ, എങ്കിലും ദൈവം എന്ത് ചെയ്തു? അവനെ ദൈവം തെരഞ്ഞെടുത്തു. ആടിനെ മേയ്ക്കുന്നിടത്തുനിന്ന് അവനെ കണ്ടെത്തി ഇസ്രായേലിന് രാജകീയ സിംഹാസനത്തിൽ ഇരുത്തി. എന്നിട്ട് അവന്റെ പേര് വിസ്തൃതമാക്കിയതാണ്. അപ്പൊ രാജാവിന്റെ സിംഹാസനത്തിൽ ഇരുന്ന സമയത്തല്ല പേര് വിസ്താരമാക്കിയത്. പറയുന്നുണ്ട്, യഹോവയുടെ ആലയം, ഞാൻ ഈ അരമനകൾ വസിക്കുക, യഹോവയുടെ പട്ടണം തിരുസലക്കകത്തായിരിക്കുന്നൊക്കെ വേദനയോട് പറയുമ്പോൾ ദൈവം പറയുന്നത്, ഞാൻ നിന്റെ പേര് മഹാന്മാരുടെ പേര് പോലെ ആക്കും എന്ന് പറഞ്ഞു. നമുക്ക് എന്തുകൊണ്ടാണ് ദൈവം മഹാന്മാരുടെ പേര് പോലെ ആക്കുവാൻ ആഗ്രഹിക്കുന്നത്? അതേ പ്രിയ ദൈവമക്കൾ, ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. ദൈവത്തിന്റെ ആലയം കീർത്തിയെ ശോഭയും കൊണ്ട് സകല രാജ്യങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കണമെന്ന് പറഞ്ഞവന്റെ പേരിനെ ദൈവം വിസ്താരമാക്കി, ചെന്നിടത്തൊക്കെയും വിജയം കൽപ്പിച്ച് പ്രബലനാക്കി തീർത്ത് ദൈവനെ മാനിച്ചു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ പേരിന്റെ അതിരിനെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്തിനാ പേരിന്റെ അതിരിനെ മാറ്റുന്നത്? പേര് വിസ്തൃതമായാലേ മറ്റുള്ളവര് അറിയേണ്ടി തീരുള്ളൂ. എന്റെ പേരിനകത്ത് ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പേര് വലുതാക്കും. ദാവീദിനോട് പറയുമ്പോൾ അത് ഒരു പടി കൂടെ മുമ്പിൽ നിന്നാ പറയുന്നത്, ഞാൻ നിന്റെ പേര് മഹാന്മാരുടെ പേര് പോലെ ആക്കും. അതിന് യെശയ്യാ പ്രവാചനം 62 അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം പറഞ്ഞതിനോട് നിർത്തുവാൻ താല്പര്യപ്പെടും. 62 അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. അതിന് പഴയ കാലത്തേക്കൊന്ന് തിരിച്ചു നോക്കുക. നിന്നെ ഇനി അസൂബ തെക്ത എന്ന് വിളിക്കുകയില്ല. നിന്റെ ദേശത്തെ ശമാമ ശൂന്യമെന്നും പറയുകയില്ല. നിനക്ക് ഹെപ്സീബ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂല വിവാഹസ്ഥ എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. നോക്കിയേ, അവിടെ പറഞ്ഞിരിക്കുന്ന പദം ശ്രദ്ധിക്കുക. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, അതുകൊണ്ട് നിന്റെ പഴയ കാലത്ത് നിന്നെ പലരും വിളിച്ചോണ്ടിരുന്ന പേരെന്തുവാ? അസൂബ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, തെക്ത എന്നാ വിളിക്കപ്പെട്ടുകൊണ്ടിരുന്ന. ഇവിടെ ഇതാ ഒരു ദേശത്തെ കുറിച്ച് ശൂന്യം എന്നാ പറഞ്ഞിരുന്ന. എന്നാൽ ദൈവം പറയുക, എനിക്ക് നിന്നോട് പ്രിയമുള്ളോട്. ഇനി നിന്നെ അങ്ങനെ വിളിക്കത്തില്ല, പിന്നെ എന്താ? നിന്നെ ഹെപ്സീബ എന്നും ബയൂല വിവാഹസ്ഥ എന്നും പേരാവും. ഹെപ്സീബ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർ, ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവർ എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവം പറയുക, ഞാൻ നിനക്കൊരു പുതിയ പേര് തരും. എന്തിനാ പുതിയ പേര് തരുന്ന? നീ എന്റെ കയ്യിൽ എന്റെ കയ്യിൽ ഭംഗിയുള്ള കിരീടം, ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. ഇന്ന് പകരം എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്റെ ദൈവത്തിന്റെ കയ്യിൽ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പേർ വലുതാക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം വേറൊന്നുമല്ല. എന്റെ പേര് വലുതാകുമ്പോൾ ഞാൻ ദൈവത്തിന്റെ കരത്തിൽ ഒരു ഭംഗിയുള്ള രാജമുടിയാണെന്ന് അറിയിക്കുവാനാ. ഓ ഹല്ലേലൂയ! ഈ ദിവസങ്ങളിൽ നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലും ഇടയെ തീരട്ടെ. എന്റെ ദൈവത്തിന്റെ കയ്യിൽ ഞാനൊരു ഭംഗിയുള്ള രാജമുടിയാണ്. കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുവാൻ ഇടയായിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുകയാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാ നമ്മളോട് പറയുകയാണ്, ഒരുപക്ഷെ ആർക്കുമില്ലാത്ത ഒരു പ്രതികൂല സ്ഥാനങ്ങൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാം പ്രതീക്ഷയോടെ നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ പരിഹാരം ലഭിക്കാതിരിക്കുന്നുണ്ട്, ഭാരപ്പെടണ്ട. ഇന്ന് പകലിൽ സ്വർഗം അരുളി ചെയ്യുന്ന ഒരു ദൂതുണ്ട്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആർക്കുമില്ലാത്ത പ്രതിസന്ധികളിൽ കൂടെ കടത്തി വരുന്നത് ചില പ്രത്യേക നന്മകൾ, ആർക്കും ലഭിക്കാത്ത ചില പ്രത്യേക നന്മകൾ തരുവാനാണ്. അതേ പ്രിയ ദൈവമക്കൾ, അത് അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് തിരുവചനം പറയുന്നു. ഞാൻ ഒരു മനുഷ്യൻ തന്റെ മകനെ ശുശ്രൂഷ ചെയ്യുന്ന തന്റെ മകനെ ആദരിക്കുന്ന പോലെ ഞാൻ നിന്നെ ആദരിക്കുമെന്ന വചനപ്രകാരം ദൈവം നമ്മെ ആദരിക്കും, നമ്മുടെ മുഖത്തെ ആദരിക്കുമെന്ന് പറഞ്ഞു. ഇനി അടുത്ത വാക്യം ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എല്ലാവരും ദൈവത്തെ സേവിക്കുന്നതും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അറിയും. ഈ ദിവസങ്ങൾ ദൈവത്തെ സേവിക്കുന്നതും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അറിയും. അതൊക്കെ വേണ്ട. അപ്പനാൽ തെരഞ്ഞെടുക്കപ്പെട്ട സഹോദരന്മാർ 7 പേരെ മാറ്റി നിർത്തിയിട്ട്
ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മാന്യത ഗോലിയാത്തിന് മുമ്പിൽ വെളിപ്പെടുത്തും. ഗോലിയാത്തിനെ നിർത്തിക്കൊണ്ട് ദൈവം വെളിപ്പെടുത്തി, അവനെ തകർത്തുകൊണ്ട് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം ഓർക്ക്, എന്റെ നിങ്ങൾ ജീവിതത്തിനകത്ത് ദൈവം അത് തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ശരണപ്പെടാം. ദൈവമായ കർത്താവ് തങ്ങളെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞു നിർത്തുന്നു. ഞാൻ പാസ്റ്റർ ഇൻസെന്റ്. എല്ലാ നന്മകളും ദൈവം എഴുതട്ടെ. നാളെ കാണും വരെ കർത്താവ് തന്നെ ചിറകടി മറയ്ക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.